10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് മോഹൻലാലും സംഘവും വരുന്നത്. വേറെ പിള്ളേരുണ്ട് നാടകം അഭിനയിക്കുന്നത്. അന്ന് സീനിയേഴ്സ് എന്നാ സീനിയേഴ്സ് സാധാരണ 10ാം ക്ലാസ് ഗോയിങ് ഔട്ട് സ്റ്റുഡൻസിനാണ് പ്രൈസ് കിട്ടുന്നത്. ഇത് ആരാണ് ഇതിൻ്റെ പിറകിലുള്ളതെന്നൊക്കെ ഞാൻ മതിലാടി ഓടിക്കളഞ്ഞു മോഡൽ സ്കൂളിൽ നിന്ന്. മോഹൻലാലിനെ നിർബന്ധിച്ച് ഈ കൂട്ടുകാർ തള്ളി വിട്ടിട്ട് മോഹൻലാൽ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്, ഇങ്ങനെ ചരിഞ്ഞകത്ത് കയറിച്ചു മുടിയൊക്കെ ഇങ്ങനെ വളർത്തി വൃത്തികേടായിട്ട്. ഈ ഹിന്ദിയിലൊക്കെ വരുന്നവർ ഒരു വില്ലനെ പറ്റിയൊരു പുതുമയുണ്ട്, ഒരു വല്ലാത്ത മുടിയും ആ നടത്തയിലൊക്കെ ഇയാൾ കറക്റ്റായിരിക്കും. അങ്ങനെയാണ് ആദ്യത്തെ പടം. എന്റെ അച്ഛന്റെ സിനിമയാണ്, അച്ഛന്റെ പൈസ പോരുതെന്നുള്ളൊരു ചിന്ത ഉണ്ടായി. ഞാനല്ലോ, ഞാൻ വില്ലനില്ലേ, ഞാനിപ്പോ പറഞ്ഞിട്ട് ഞാൻ മുമ്പ് വീട്ടിൽ നിന്നിട്ട് മോളിൽ നിന്ന് ഫോൺ ചെയ്യും. ഇങ്ങനെ നമുക്ക് അതിനകത്തൊരു 10 ദിവസമായ പയ്യൻ്റെ വേഷമുണ്ട്, അപ്പോൾ അതിന് നല്ലൊരാളിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഫോൺ ചെയ്യുന്ന കേട്ടിട്ട് ഇയാൾ അന്ന് അമ്മയടുത്ത് പറയും, നമ്മുടെ വീട്ടിൽ ഒരാളിരിപ്പുണ്ട്, വെളിയിൽ നടന്ന് അന്വേഷിക്കുന്നു 10 ദിവസമായി ചെറുക്കണം. നടന്റെ മകനായോണ്ടുള്ള തെറി എന്തായാലും എവിടെന്നെങ്കിലും കിട്ടും എപ്പോഴെങ്കിലും. ഇവന്റെ അച്ഛൻ നടനും പ്രൊഡ്യൂസറല്ലേ, ഇവൻ എന്ത് ഇതിപ്പോ എനിക്കിപ്പോ അച്ഛനെ മാറ്റാൻ പറ്റില്ലല്ലോ, ഇപ്പൊ അച്ഛനായി പോയില്ലേ. അപ്പൊ പിന്നെ തേവിയേറ്റർ പോലത്തെ സാധനം അതിട്ട് അത് പൊട്ടി. തിരിച്ചച്ഛൻ വന്നിട്ട് എന്നെ വീടിന് ചുറ്റും അടിച്ചടിച്ച് വീടിന് ചുറ്റും ഒരു പോയിന്റ് എത്തിയപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഇന്ദിരാൻറ്റി പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, സാറേ ഇനി അടിക്കല്ലേ സാറേ. ഞാൻ പറഞ്ഞു അതെ ഇനി അടിച്ച് തോന്നുന്നേ. എല്ലാ ദിവസവും ഇങ്ങനെ പട്ടിയുടെ കാര്യം പറഞ്ഞിരിക്കും, പട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു എന്നും കഥകൾ. പക്ഷെ ഞാൻ പറഞ്ഞു എന്തിന് ഒരു പട്ടിയുള്ളപ്പോൾ വേറൊരു പട്ടി എന്തിന്. അങ്ങനെ 6ാം തമ്പുരാന്നുള്ള സിനിമ എടുക്കുമ്പോൾ ഞാനൊക്കെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ക്യാമറയുടെ സൈഡിൽ ചെന്ന് നിൽക്കും മഞ്ജു അഭിനയിക്കുമ്പോൾ. അവരുടെ മുഖത്ത് മിന്നി മറയുന്ന ഭാവം കാണാനും അങ്ങനെ വലിയ കമ്പനിയായി. ഞാൻ ഇതുപോലെ മഞ്ജു വാര്യരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കുട്ടിയെ വെച്ച് ഹീറോ ആയിട്ടൊരു പടം എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ടി കെ രാജീവ്കുമാർ കണ്ണെഴുതി പൊട്ടും തൊട്ടെടുത്തത്. അപ്പോൾ അതുപോലെയാണ് ദേവനന്ദയെ ഞാൻ പറയുന്നത്. ദേവനന്ദ ഇല്ലായിരുന്നു ഈ പടം ഞാൻ പ്ലാൻ ചെയ്യത്തില്ല. ഹായ് ഹലോ എവറിബഡി, വെൽക്കം ടു ഓൺ എയർ വിത്ത് മീനാക്ഷി. സോ ഇന്ന് ഓൺ എയറിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഗസ്റ്റുകളെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ തന്നെ ഷോയിൽ ഇവരെ 2 പേരെയും നമ്മൾ സെപ്പറേറ്റ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇന്ന് അച്ഛനും മകനും ഒന്നിച്ചാണ് നമുക്ക് ഇന്റർവ്യൂ തരാനിരിക്കുന്നത്. സോ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു മണിയൻ പിള്ള രാജ സാറിനെയും നീരജ് മണിയൻ പിള്ളയും. ഹലോ ഹായ് സാർ. ഹായ് ചേട്ടാ, വെൽക്കം. സോ ഏറ്റവും പുതിയതായി ഇറങ്ങാനിരിക്കുന്ന ഗൂവിന്റെ വിശേഷങ്ങളുമായിട്ടാണ് 2 പേരും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. എനിക്ക് ഇതേപോലത്തെ മുത്തശ്ശി കഥകളും പ്രേത സിനിമകളും ഒക്കെ കാണാൻ, ഒരു ഫാന്റസി എലമെന്റ് ഉള്ള സിനിമകൾ കാണാൻ വളരെയധികം ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഇത് അങ്ങനെയുള്ളൊരു ഫിലിമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോഴാണെങ്കിൽ തിയേറ്റേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഫിലിംസും അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ട് വരുന്ന ഫിലിമാണ്. ആൾക്കാർക്ക് എപ്പോഴും ഒരു ഡിഫറെന്റ് എലമെന്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന്റെ ഇടയിലേക്കാണ് ഇപ്പോൾ ഗൂ വരുന്നത്. എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്? ഗൂ എന്ന് പറഞ്ഞ പേര് ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായിരുന്നു ഈ ഗൂ എന്നുള്ളത്. പക്ഷേ ട്രെയിലറിൽ ഒരുപാട് പ്രാവശ്യം ഗുളികൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പിള്ളേരുടെ ഒരു സിനിമയും കൂടെയാണ്. നമ്മൾ ആക്ച്വലി കേറ്റർ ചെയ്തിട്ടുള്ള ഓഡിയൻസ് തന്നെ ഫാമിലി ഓഡിയൻസും പിള്ളേരും അങ്ങനൊരു സംഭവമാണ്. ഈ പഴയ ഫോക്ലോറും മിത്തോളജി അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ചെറിയൊരു സാധനം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ദേവനന്ദ പുള്ളിക്കാരിയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. മിന്ന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ആള് ബാംഗ്ലൂരിൽ അച്ഛൻ സൈജു ചേട്ടനാണ്. അപ്പോൾ സൈജു ചേട്ടൻ്റെയും വൈഫ് അശ്വതി മനോഹറായിട്ടാണ് അവരാണ് അഭിനയിക്കുന്നത്. അപ്പം അവരുടെ കൂടെ മകൾ ഈ നാട്ടിലോട്ട് വരികയാണ്. ഇവരുടെ മനയിലൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് പല ഭാഗങ്ങളിൽ നിന്ന് വരികയാണ്. എൻ്റെ ക്യാരക്ടർ മിത്ര എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പുള്ളി BA MS ആയുർവേദ സ്റ്റുഡൻ്റാണ്. അപ്പോൾ പുള്ളിയും വരുന്നുണ്ട്. എല്ലാവരും നാട്ടിൽ വന്നിട്ട് ഈ യൂഷ്വലി ഇങ്ങനെ സിറ്റി ലൈഫ് ഫാസ്റ്റ് ലൈഫ് ഉള്ള പിള്ളേർക്കൊക്കെ കുറേ ഇൻ്റർനെറ്റും ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വൈഫൈയും പരിപാടികളൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അവർ കുറച്ച് ഈ ബോർഡായിട്ടിരിക്കുമ്പം കഥകളിലൂടെ ആയിരിക്കും ചിലപ്പം പല കഥകളും അവിടെ വരുമ്പോഴായിരിക്കും ഈ ഇവരുടെ ചുറ്റുപാടുകളെ കുറിച്ചും പല കഥകളൊക്കെ അറിയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് യൂഷ്വൽ ക്ലീഷ എന്ന് പറഞ്ഞാൽ ഒരു മുത്തശ്ശിയോ അല്ലെങ്കിൽ മുത്തശ്ശനോ എഴുതുന്നത് പണ്ട് എന്ന് പറഞ്ഞൊരു കഥ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അങ്ങനെ സംഭവം. നമ്മളത് കട്ട് ചെയ്തു, അവരില്ല. അതിന് പകരം ന്യൂ ഏജ് മുത്തശ്ശിനെ ഞാനായിരിക്കും ചിലപ്പോൾ അവസാനമായിട്ട് ആ കഥ കേട്ട് കുട്ടി. ഞാൻ സഹിച്ചേൻ്റെ ഒക്കെ കസിനാണ്. അപ്പൊ ഞാൻ വന്നിട്ടാണ് ഇവരുടെ അടുത്ത് കഥകളും ചിലപ്പോൾ കള്ള കഥകളൊക്കെ ആയിരിക്കാം. എനിക്ക് മനസ്സിലായി, എല്ലാ കസിൻസ് ആണെങ്കിലും ഇതേപോലെ പ്രേതകഥ ചേട്ടൻ കാണും. എന്നെ ചെറിയെന്നാണ് എന്നെ ഇവർ വിളിക്കുന്നത് പിള്ളേരെല്ലാം, ചെറിയച്ഛൻ. അപ്പൊ ഈ ചെറിയച്ഛനാണ് ഈ കഥകളൊക്കെ പറയുന്നത്. എന്നാൽ ഇപ്പൊ ഈ പടം കാണുമ്പോൾ യൂഷ്വലി ഇപ്പം വളരെ
വേറെ സിനിമ കാണുമ്പം പല ആൾക്കാർക്കും പല പെർസ്പെക്റ്റീവ്സാണ്. ചില ആൾക്കാർ ഇത് ലോജിക്കൽ റീസണിങ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പം അങ്ങനെ ഓഡിയൻസിനെ കേട്ടർ ചെയ്യുന്ന ക്യാരക്ടറാണ് സൈജുവിൻ്റെ ക്യാരക്ടർ. പുള്ളിക്ക് പണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ പുള്ളി അത് പറയുന്നില്ല. പുള്ളി പറയുന്നത് ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് ട്രെയിലറിൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട്. പിള്ളേരെ പഠിപ്പിക്കുന്ന കഥകൾ എന്തിനാണ് പറയുന്നത്, അവർക്കൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു തോട്ട് അവരുടെ മനസ്സിലുണ്ടാക്കരുതെന്നുള്ള അങ്ങനെ പറയുന്നൊരു ക്യാരക്ടറും എല്ലാം സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സൈജുവിൻ്റെ ക്യാരക്ടർ. പക്ഷേ എന്നാൽ ഞാനിവിടെ വേറെ കഥകളൊക്കെ പറഞ്ഞ് അപ്പം ഈ പിള്ളേർക്ക് അവസാനം ആ നറേഷനിൽ പറയുന്നുണ്ട് റിയാലിറ്റിയും ട്രൂത്തും തമ്മിൽ ഇടയിലുള്ള ഒരു നേരത്തെ ലോകം എന്ന് ലാലങ്ങളുടെ നറേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് ഒരു ഫുൾ പടത്തിന്റെ ഒരു ടോട്ടൽ ക്രക്സ് ഇരിക്കുന്ന അവിടെയാണ്. യെസ്, ഞാൻ ഇനി ഈ ഒരു നറേഷനിലേക്കാണ് സാർ വരുന്നത്. ആ ഒരു ട്രെയിലറിന്റെ ലാസ്റ്റ് ലാലേട്ടന്റെ ഒരു നറേഷൻ കേൾക്കുമ്പോൾ നമുക്കൊരു സ്പൈനിൽ കൂടെ ഒരു ചില്ല് പോകുന്നുണ്ട് നമുക്ക്. അതായത് ലാലേട്ടൻ ഇത് മമ്മൂക്കയുടെ ഇവരൊരു കഥ നറേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. മാളികപ്പുറം എന്നുള്ള പടത്തിന്റെ ആദ്യത്തെ നറേഷൻ മമ്മൂട്ടിയാണ്. അതുപോലെ ഗൂ എന്നുള്ള പടത്തിന്റെ ആദ്യത്തെ നറേഷൻ മോഹൻലാലാണ്. അതിന്റെ ഒരു ലൈൻ മാത്രമാണ് നമ്മുടെ ട്രെയിലറിൽ ഇട്ടിരിക്കുന്നത്. ഓ നൈസ് നൈസ്. അപ്പം തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ ഒരു പേരിലും കൂടെ വന്നതായിരിക്കും. ചെയ്യത്തില്ല അവർ ഓരോ വാക്കിനും വിലയല്ലേ, പൈസയല്ലേ, അത്രയ്ക്ക് ആൾക്കാരല്ലേ. അവരൊക്കെ നമ്മളൊരു സുഹൃത്ത് ബന്ധത്തിന് വിളിച്ചു പറയുമ്പോൾ വന്ന് നമ്മളുടെ സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്തിട്ട് പോവുക. പിന്നെ നമ്മുടെ ട്രെയിലറൊക്കെ കണ്ടിട്ടൊക്കെ ഭയങ്കര ഹാപ്പിയായി. അല്ല, ആ ഒരു സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കഥ നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ഗുരുത്വം ഉള്ള കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സാറ് എന്ന്. അദ്ദേഹത്തിന്റെ മുഖത്ത് ആദ്യമായിട്ട് മേക്കപ്പ് ഡയറക്റ്റ് ചെയ്തു ആ സ്കിറ്റ് നാടകം. അന്നത്തെ കാലത്തെ ഓർമ്മകളൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ സാറിന് എന്തായിരിക്കും ഇപ്പൊ ഒന്ന് ഓർത്തെടുക്കാനുണ്ടാവുക? അങ്ങനെയല്ല, ഞാൻ സ്കൂളിൽ കണ്ടിന്യൂസ് 2 കൊല്ലം ബെസ്റ്റ് ആക്ടർ ഫാൻസി അത് ഇത് മോണാക്ടിനൊക്കെ പ്രൈസ് ആയിരുന്നു. ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും മോഹൻലാലും സംഘവും വരുന്നത്. 6 പിള്ളേരുണ്ട് നാടകം അഭിനയിക്കുന്നത്. അങ്ങനെ വേളൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള നാടകം ഞാൻ സെലക്ട് ചെയ്തു. ഏകാംഗ നാടകമാണ്. എന്നിട്ട് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് പഠിപ്പിച്ചത്. എൻ്റെ വീട്ടിൽ, വേറെ അവിടെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മേക്കപ്പ് ചെയ്ത്. മോഹൻലാൽ 90 വയസ്സായിട്ട് ഒരാളായിട്ടാണ്, വല്യപ്പനായിട്ടായിരുന്നു. ചെറിയ പയ്യൻ, അതുകൊണ്ട് ബെസ്റ്റ് ആക്ടറാണ്. ആ നാടകത്തിന് ഫസ്റ്റ് പ്രൈസ് ആണ് യൂത്ത് ഫെസ്റ്റിവലിൽ. എന്നെ സീനിയേഴ്സ് സാധാരണ 10ാം ക്ലാസ് ഗോയിങ് ഔട്ട് സ്റ്റുഡൻസിനാണ് പ്രൈസ് കിട്ടുന്നത്. ഇത് ആരാണ് ഇതിന്റെ പിറകിലുള്ളതെന്നൊക്കെ ഞാൻ മതിലാടി ഓടിക്കളഞ്ഞു മോഡൽ സ്കൂളിൽ ഇറങ്ങി ഓടിക്കളഞ്ഞു. അല്ല, അത് അന്ന് വരെ കിട്ടിക്കൊണ്ടിരുന്നത് സാറിനാണ്. അത് അവിടെ നിന്ന് ബ്രേക്ക് ആയത് ലാലേട്ടനെ കിട്ടിയപ്പോഴാണല്ലേ. ലാലിന്റെ ചേട്ടൻ ജീവിച്ചിരിപ്പില്ല, മരിച്ചു. പാരലാൽ എൻ്റെ അവിടെ പഠിച്ചാണ് 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ. പാരലാൽ മല്ലിക, അതൊക്കെ ആ കാലം വേറെ. നിങ്ങളുടെ ഒരു സർക്കിൾ അന്നത്തെ ഒരു ബെൽറ്റ് എന്നാണ് പറയാനേ ചേട്ടാ. അതെ അതെ അതെ. അല്ല, അന്നപ്പം ഇദ്ദേഹത്തെ ചെറിയ പയ്യനെ നാടകം പഠിപ്പിക്കുകയാണെങ്കിലും ആ ഉള്ളിലെ പ്രതിഭയെ അന്ന് തിരിച്ചറിഞ്ഞിരുന്നോ? അല്ല, ടാലന്റഡ് ആണെന്ന് അറിയാം. അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞൂടാ. ആക്ടറാണെന്ന് ആഗ്രഹവും ഇല്ലാത്ത ആളായിരുന്നു മോഹൻലാൽ. ഒന്നുമില്ല. ഞാൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നിട്ട് അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ 2 കൊല്ലം പഠിക്കാൻ പോയി. ഇപ്പോൾ അടിച്ചിട്ട് ഞാൻ ലാലിനെ കാണാൻ പോകും വീട്ടിൽ. ലാലിൻ്റെ അമ്മയായിട്ട് കമ്പനിയാണല്ലോ, പാരലാലിൻ്റെ അടുത്തല്ല. അങ്ങനെ അവിടെ ചെന്ന് കമ്പനി അടിച്ചിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ തോന്നും. എന്നിട്ട് തിരുനോട്ടം എന്നുള്ള പടത്തിലൊക്കെ അവർ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ടും മോഹൻലാലിന് സിനിമയെ വരണമെന്ന് ആഗ്രഹമില്ല, എന്തെങ്കിലും പഠിച്ച് ജോലി ചെയ്യണം എന്നുള്ളായിരുന്നു. ഇങ്ങനെ ഉദയയിൽ പടം എടുക്കണം, നവോദയ പടം എടുക്കുന്നു പറഞ്ഞിട്ട് കോൾ ഫോർ ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്ക് എടുത്ത് ഫോട്ടോ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും പുള്ളിക്ക് ഇതൊക്കെ എന്താണെന്ന് പോയി എഴുതില്ല. നമ്പ്യാതിരി എന്നുള്ള ആളെ കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് ഇപ്പോഴത്തെ മേനയുടെ ഹസ്ബൻഡ് സുരേഷ് കുമാർ ഈ ഫോട്ടോ അയക്കുകയാണ്. അങ്ങനെ മോഹൻലാലിനെ നിർബന്ധിച്ച് ഈ കൂട്ടുകാർ തള്ളി വിട്ടിട്ട്, ഞാനൊക്കെ അല്ല സുരേഷ് കുമാറൊക്കെ തള്ളി വിട്ടിട്ട് പുള്ളി ആലപ്പുഴ ഇൻ്റർവ്യൂവിന് പോയാണ്. അപ്പം അന്ന് സിബി മലയിൽ, ഫാസിൽ അവരെല്ലാം ഇൻ്റർവ്യൂ ഇരിക്കുകയായിരുന്നു സംഭവം. അന്ന് എനിക്ക് തോന്നുന്നു മോഹൻലാൽ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്, ഇങ്ങനെ ചരിഞ്ഞകത്ത് കയറിച്ചു, മുടിയൊക്കെ ഇങ്ങനെ വളർത്തി വൃത്തികേടായിട്ട്. അവിടെ ചെന്നപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നില്ല, പിന്നത്തെ വലിയ ഡയറക്ടേഴ്സ് 2-3 ഇയാൾ കൊള്ളില്ല, വൃത്തികേടെന്ന് പറഞ്ഞു. അല്ല, കാണാൻ ഈ മുടിയൊക്കെ വളർത്തി തോള് ചരിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും ജിജോ പറഞ്ഞു, ഫാസിലും പറഞ്ഞു, ഈ ഹിന്ദിയിലൊക്കെ വരുന്നവർ ഒരു വില്ലനെ പറ്റിയൊരു പുതുമയുണ്ട്, ഒരു വല്ലാത്ത മുടിയും ആ നടത്തയിലൊക്കെ ഇയാൾ കറക്റ്റായിരിക്കും. അങ്ങനെയാണ് ആദ്യത്തെ പടം. ഏതാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ വില്ലനാണ്. അവിടെ നിന്നാണ് മോഹൻലാലിൻ്റെ ഒരു തുടക്കം വരുന്നത്. അങ്ങനെ മോഹൻലാൽ ഇതിനകത്ത് വന്ന് എത്തിപ്പെട്ട ഒരാളാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മോഹൻലാലിനെ തേടി നല്ല കഥാപാത്രങ്ങളൊന്നും അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്തു. അങ്ങനെ മോഹൻലാൽ ഇങ്ങനെ ഇപ്പോഴും മോഹൻലാൽ അത് പറയും,
പിന്നെ ഇന്ന് മലയാളം വാണുകൊണ്ടിരിക്കുന്ന 2 ബിഗ് എംസിൽ ഒരാള് മമ്മൂട്ടി മോഹൻലാൽ അതിനപ്പുറം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മലയാളത്തിൽ മറ്റായിരുന്നല്ലേ. അപ്പൊ അന്ന് അദ്ദേഹത്തിന് ആരാവണം എന്നായിരുന്നു ആഗ്രഹം എന്ന് വല്ല ഐഡിയ ഉണ്ടോ സാറിന്? എനിക്കങ്ങനെ ഐഡിയ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അച്ഛൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു, നല്ല എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്, നല്ല അപ്പം പുള്ളിക്ക് എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും ജോലി കിട്ടാനോ ഒക്കെ ആയിരുന്നിരിക്കും. ഈ എൻ്റെ കൂട്ടം ഇങ്ങനെ പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയി ബുദ്ധിമുട്ടി 2 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് 3 കൊല്ലം ചാൻസിന് അലഞ്ഞ് അങ്ങനെ നാട്ടിൽ വന്ന് പിന്നെ മണിയമ്പിള്ളയിലൂടെ കയറി അങ്ങനെ ഒരു കഷ്ടപ്പാടിലുണ്ട്. ഇവർക്കൊന്നും അതൊന്നും ഇല്ല സംഭവം. ആണല്ലേ? ഓ നൈസ്. ഇപ്പം ലാലേട്ടനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് മണിയൻപിള്ള സാർ ആണെന്ന് പറഞ്ഞല്ലോ. ലൈക്ക് യു ആർ ഓൾസോ വെരി ഫോർച്ചുനേറ്റ് അല്ലേ? ഫസ്റ്റ് ഫിലിമില് അദ്ദേഹത്തിന്റെ ഒരു ഡെബ്യൂലൂടെയാണ് ചേട്ടനും വന്നിട്ടുള്ളത്. അത് എത്ര ഫോർച്ചുനേറ്റ് ആയിട്ടാണ് കാണുന്നത്? അതായത് അച്ഛൻ്റെ ഫിലിമിലൂടെ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ എനിക്കൊന്നും ബ്ലാക്ക് ബട്ടർഫ്ലൈ ഞാൻ ആദ്യം അച്ഛൻ്റെ ചാൻസ് ചോദിച്ചത് 2007 സമയം മറ്റേ ചോട്ടോമ്പൈ 2006-7 സമയം ചോട്ടോമ്പൈ സമയത്താണ് ചോദിച്ചത്. അപ്പം അതിൻ്റെ റോളൊന്നും ഇല്ലെന്ന് പറഞ്ഞു, അങ്ങനെ റോളുകളൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ച് 12th സ്റ്റാൻഡേർഡ് കഴിയുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പടം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു വില്ലൻ വേഷമുണ്ട്, ഒരു അലമ്പിച്ചിറക്കും, നിനക്ക് കറക്റ്റായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നിനക്ക് ചേരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞുകൂടെ, ഇത് ശരിക്കും ഇതൊന്ന് പഠിച്ചിട്ടൊക്കെ ചെയ്യണം, ആരെങ്കിലും ഒക്കെ കൂടെ അസിസ്റ്റ് ചെയ്ത് ആൾക്കാർ അഭിനയിക്കുന്നതൊക്കെ കണ്ട് പഠിച്ചിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയോളജിയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൊണ്ട് ചെയ്ത് എനിക്കിപ്പോൾ ഫസ്റ്റ് സീനൊക്കെ എടുക്കുമ്പോൾ ഞാൻ വിറയിലായിരുന്നു. എന്റെ അച്ഛന്റെ സിനിമയാണ്, അച്ഛൻ്റെ പൈസ പോരുതെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഞാനല്ലല്ലോ, ഞാൻ വില്ലനില്ലേ, ഞാനിപ്പോൾ അതൊക്കെ ഞാൻ മുമ്പ് വീട്ടിൽ ഇരുന്നിട്ട് മോളിൽ നിന്ന് ഫോൺ ചെയ്യും ഇങ്ങനെ നമുക്ക് അതിനകത്തൊരു 10 ദിവസമായ പയ്യൻ്റെ വേഷമുണ്ട്, അപ്പോൾ അതിന് നല്ലൊരാളിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഫോൺ ചെയ്യുന്ന കേട്ടിട്ട് ഇയാളെ അന്ന് അമ്മയെടുത്ത് പറയും, നമ്മുടെ വീട്ടിലൊരാളിരിപ്പുണ്ട്, വെളിയിൽ നടന്ന് അന്വേഷിക്കുന്നു 10 ദിവസം ചെറുക്കനുണ്ട്. അപ്പൊ ഞാൻ അതൊന്നും കാര്യം എടുത്തില്ല. പിന്നെ ഇയാൾ ഓരോ മിമിക്രി അതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് സ്പാർക്ക് ഉണ്ടെന്ന്. പിന്നെ ഈ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ തന്നെ ക്യാമറമാനും ഡയറക്ടറൊക്കെ എന്ന് പറഞ്ഞു ക്ലാപ്സ് ആയിരുന്നു ആ സംഭവം. പിന്നെ എനിക്ക് ഇയാളുടെ ഒരു ആക്ടറിന്റെ സംഭവം ഇഷ്ടപ്പെട്ടത് ഫൈനൽസാണ്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഡെയിലി രാവിലെ 6 മണിക്ക് പോയി 2 മാസത്തോളം പ്രാക്ടീസ് ഉണ്ടല്ലോ സ്പോർട്സിന്റെ കാര്യത്തിലൊക്കെ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്തു. ഇപ്പോൾ ഈ പടത്തിന് വേണ്ടി തന്നെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഇതിൻ്റെ കൂടെ നടന്നതിനകത്ത് അങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ ചെയ്തിട്ടൊന്നും പോകാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടി ചെയ്തു. അങ്ങനെ വേണം, കഷ്ടപ്പെട്ട് വരാനുള്ളൊരു മനസ്സുണ്ടാവണം ആദ്യം. അല്ല, കാരണം പക്ഷെ ഒരു നടന്റെ മകൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഈസിയറാണ്. ഇവിടെ അഭിനയിക്കുന്ന എല്ലാ നടന്മാരുടെ മക്കൾക്കും അങ്ങനെ ഒരു ഈസ് ഉണ്ട്, ഇതിലോട്ട് ഈസി എൻട്രി ഉണ്ട്. പക്ഷെ ഇതിൽ നിന്ന് പോകണമെങ്കിൽ അത് വേറൊരു ബോൾ ഗെയിമാണ്. അത് ഇനിയിപ്പോൾ അച്ഛൻ അല്ലേ ആര് വിചാരിച്ചാലും നടക്കില്ല. അല്ലെങ്കിൽ അച്ഛൻ അത്രയും വലിയ മെഗാ സ്റ്റാർ സൂപ്പർ ഡൂപ്പർ സ്റ്റാർ ആണെങ്കിൽ കുറച്ച് ഫാൻസ് അല്ല. ഇന്നാളെ ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂല് വന്നിരുന്നപ്പം ഇതേപോലെ എന്തോ ചോദിച്ചപ്പോ ധ്യാൻ ചേട്ടൻ ഞങ്ങളൊക്കെ നെപ്പോ കിഡ്സ് അല്ലേ, ഞങ്ങൾക്ക് എളുപ്പമല്ലേ എന്നാണ് ധ്യാൻ ചേട്ടൻ ഇങ്ങനെ അല്ല ഞാൻ പറയുന്നത് വെളിയിൽ നിന്ന് വരുന്നവർക്ക് 2 കഷ്ടപ്പാടോ നമുക്ക് 1 കഷ്ടപ്പാടോ. 2 കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ വെളിയിൽ നിന്ന് വന്ന് കയറി ഇതിലോട്ട് എത്താനുള്ളൊരു പാട്, അത് കഴിഞ്ഞിട്ട് നിലനിൽപ്പിനുള്ള പാടും അവർക്കുണ്ട് 2. പിന്നെ നമ്മൾക്കെന്ന് പറയുമ്പോൾ ഇത് കണ്ടു വന്നു, പക്ഷെ ഇത് ആൾക്കാർ ഇഷ്ടപ്പെടണമെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടാതെ ഒരു കാര്യമില്ല, ഓഡിയൻസിന് ഇഷ്ടപ്പെടണം. ഞാൻ ചെയ്ത ചെറിയ ചെറിയ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പം അതെല്ലാം കേൾക്കണം. അത് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ നല്ല പടങ്ങളിൽ കയറി ചെല്ലുക, അല്ലെങ്കിൽ നല്ല പടങ്ങളുടെ ഭാഗമാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റാർ കിഡ്സ് ഫേസ് ചെയ്യുന്ന മറ്റൊരു കാര്യം അച്ഛന്മാരും അമ്മമാരും ആരായിട്ടാണോ ഇൻഡസ്ട്രിയിലുള്ളത് അവരായിട്ടൊരു കമ്പാരിസൺ എന്നും ഉണ്ടാകും. കമ്പാരിസനെ കാട്ടിയും ഈ അച്ഛൻ നടന്റെ മകനായോണ്ടുള്ള തെറി എന്തായാലും എവിടെന്നെങ്കിലും കിട്ടും എപ്പോഴും. ഇവന്റെ അച്ഛൻ നടനും പ്രൊഡ്യൂസറല്ലേ, ഇവൻ നാണോ ഇല്ലേ ഇവൻ, അങ്ങനെ ഒരു സംഭവം കിട്ടും. ഇതിപ്പോ എനിക്കിപ്പോ അച്ഛനെ മാറ്റാൻ പറ്റില്ലല്ലോ, ഇപ്പൊ അച്ഛനായി പോയില്ലേ. അപ്പൊ പിന്നെ ഇതിപ്പോ എനിക്ക് ഒളിപ്പിച്ച് വെച്ച് എനിക്ക് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കുട്ടിക്ക്. എന്നിട്ട് എനിക്ക് സിനിമ പറഞ്ഞെങ്കിൽ എനിക്ക് ഇത് ഒളിച്ചു വെച്ച് വരാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ എൻ്റെ അച്ഛൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞ് ഒളിച്ചിരുന്ന് വരാൻ പറ്റില്ല, എന്തായാലും അറിയും ആൾക്കാർ. അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ എന്തായാലും അങ്ങനെ ഒരു സംഭവം കിടപ്പുണ്ട്. അപ്പൊ നെപ്പോ കിട്ടുന്നുള്ള ടാഗും എന്തായാലും ഉണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ഈ ഒരു ഇപ്പോൾ വേറെ ഇൻഡസ്ട്രീസിലോ വേറെ സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്ന പോലെ അവരൊരു ഫുൾ മൊണോപ്പൊളി ഉണ്ടാക്കിയെടുത്തിട്ട് വേറെ ആരെയും ഔട്ട്സൈഡ് എൻട്രി ഇല്ല, അല്ലെങ്കിൽ അവരുടെ റോളുകൾ നല്ല ചാൻസുകൾ, അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അതില്ലാതെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടി നമ്മൾ സൈഡിൽ കൂടെ പോകുന്നു. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്ര അല്ലെ ഔട്ട്സൈഡേഴ്സ് ആണ് ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറുന്നത്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു സംഭവമില്ല. സ്റ്റാർ കിഡ്സും ഉണ്ട്, സ്വന്തം കഷ്ടപ്പാടിൽ വരുന്ന ആൾക്കാരും ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുടേതായ സ്ട്രഗിൾസും ഉണ്ട്. നല്ല രസമായിട്ട് പോകും.
സർ ഇപ്പോൾ ഈ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഫൈനൽസ് ചെയ്ത സമയത്തോ സർ ഇപ്പം മകൻ ഇൻഡസ്ട്രിയിലൊക്കെ സാറിന് മനസ്സിലായി ടാലന്റ് ഉള്ള ഒരു ആക്ടർ ആണെന്ന് കൊടുത്ത എന്തെങ്കിലും ഒരു ഉപദേശമുണ്ടോ കാര്യമായിട്ട്? മേ ബി ഫ്ലോപ്പുകൾ വന്നേക്കാം, അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയായിരിക്കും, എന്തെങ്കിലും ഒരു ഉപദേശം? ഫ്ലോപ്പുള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ പഠിച്ചു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് സെൽഫ് ഡിസിപ്ലിൻ സംഭവമുണ്ട്. അതിൽ നമ്മൾ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകാൻ നിങ്ങൾ 6 മണിക്ക് റെഡിയാണെന്ന് നീ 5:30 റെഡിയാണ്. ഞങ്ങളുടെയൊക്കെ സ്കൂൾ അതാണ്. ഇപ്പോൾ 6 മണിക്ക് ഷൂട്ടിംഗ് പറഞ്ഞാൽ വണ്ടി എന്നാൽ 11 മണിക്ക് വരുന്നവരും ഉണ്ട്. അതാകരുത്. അതുകൊണ്ട് കൃത്യസമയം വേണം. പിന്നെ സെറ്റിൽ ഒബീഡിയൻ്റ് ആയിരിക്കണം. ഡയറക്ടർ ചിലപ്പോൾ കുറച്ച് അറിവ് കുറവുള്ളവനായിരിക്കും, ചിലപ്പോൾ ഒരു മണ്ടത്തരം പറയുന്ന ആളായിരിക്കും. തർക്കിക്കാനോ പിടിക്കാനോ അയാളെ വഴക്ക് പറയുന്നത് പോലെ നമ്മൾ അനുസരിക്കണം. ഒബേ ചെയ്ത് അയാൾ പറയുന്നതിൻ്റെ അയാളുടെ മനസ്സിലൊരു സിനിമ അങ്ങനെ ആയിരിക്കും, അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ അനുസരിക്കുക. അങ്ങനെ അതൊന്നും പറയില്ല. പിന്നെ ഞാനൊക്കെ ഫുഡിനെ കുറ്റം പറയുന്നതാണ്, നീ അത് പറയരുത്. ഞാനൊക്കെ ഒരുപാട് നാൾ കഴിഞ്ഞ് സ്റ്റേ ചെയ്തിട്ട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഇനി വന്ന ഉടനെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയും. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. സക്സസിനുള്ള ഡെഫിനേഷൻ വേറെ ഒന്നുമില്ല, ആ ഹാർഡ് വർക്ക് തന്നെയാണ്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുമ്പ് അഭിനയിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഒരു നല്ലൊരു പ്രോജക്റ്റ് എത്തിപ്പെടാനും കാര്യങ്ങളും ആൾക്കാരുള്ള കോൺടാക്ട്, കഥകൾ കേൾക്കുക, കഥകൾ പറയുക, അതൊക്കെ അവരുടെ ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞ ഫൈനൽസ് എന്ന് പറഞ്ഞ പടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് മതിയല്ലോ, ഇനിയിപ്പോൾ ആൾക്കാർ വിളിക്കുമല്ലോ. അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ നല്ല പ്രോജക്ട്സ് തേടി പോവുക. അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാ ആക്ടേഴ്സും ചെയ്തിട്ടുള്ളത്. നല്ല പ്രോജക്ട്സിൽ, കാരണം കഴിവുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ നല്ല പ്രോജക്ട്സിൽ കയറി അങ്ങനെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇപ്പം ഗൂവും അങ്ങനെയുള്ള നമ്മൾ നല്ല കഥകളിലോട്ട് തേടി നമ്മൾ അതിലോട്ട് കയറുക. അപ്പം നമ്മളിരുന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ പടം വരുന്നത് ഇങ്ങനത്തെ പടങ്ങളാണല്ലോ ദൈവമേ. എന്നിട്ട് അത് ചെയ്തിട്ടുമുണ്ട്, അറിയാമല്ലോ അതിന് മുമ്പുള്ള അതങ്ങനെ ചെയ്തിട്ടുമുണ്ട്. കാരണം ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ വരുന്നുള്ളൂ, അതെന്താ അതിൻ്റെ റീസൺ എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. പിന്നെയാണ് മനസ്സിലാക്കിയത് ഇതെല്ലാം നമ്മുടെ എഫേർട്ടും കൂടെ ഉണ്ടായിരിക്കണം ആ പടങ്ങളിലോട്ട് എത്താൻ, അല്ലാതെ നോട്ട് ഗോണ ഗെറ്റ് ദെയർ. അപ്പൊ ഈ ഗൂല കഥാപാത്രം എങ്ങനെയാണ്? അച്ഛനോട് ചോദിച്ച് വാങ്ങിയ ഒരു കഥാപാത്രമായിരുന്നോ അതോ അച്ഛൻ വിളിച്ചത്? അങ്ങനല്ല, ഇത് കഥാപാത്രം എനിക്കിങ്ങനെ സംഭവം അറിയാം. പക്ഷെ എന്നെക്കാളും മുമ്പേ എന്നെ കടത്തി വെട്ടി നേരെ ചെയ്യുന്ന ഡയറക്ടർ പറഞ്ഞു ആ റോള് അതിനകത്ത് എനിക്ക് റോള് വേണം എന്ന് പറഞ്ഞു വാങ്ങിച്ചാൽ. അങ്ങനല്ല, ആ പടം റോള് വേണം അല്ല. ഞാൻ അതിന്റെ കോമഡി എന്ന് പറയുന്നത് ഈ കഥ കേട്ട ഞാനാണല്ലോ. ഞാനല്ലോ ആദ്യം കേട്ടതും എന്നിട്ട് പിന്നെ അച്ഛനടുത്ത് സജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള കേട്ടു. അപ്പൊ അതിൻ്റെ അകത്തൊരു ചെറിയച്ഛൻ്റെ റോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം, കോസ്റ്റ് എഫക്റ്റീവ് അല്ലേ. വേറെ ആർക്കാണെങ്കിൽ അല്ലേ. അല്ല ചേട്ടാ, അച്ഛനോട് ഞാൻ കഥ പറയണമെങ്കിൽ ചെറിയച്ഛൻ്റെ റോള് അങ്ങനൊന്നുമില്ല. അവർക്ക് അവരിപ്പോ ഡയറക്ടർ പറയാണ് വേറെ. ഇപ്പൊ ഈ മനു ബ്രോ ആക്ച്വലി ഫൈനൽസ് കണ്ടിട്ട് എന്നെ വേറെ പടത്തിന് പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇല്ലെങ്കിൽ ഇല്ല, വേറെ വല്ല നല്ല ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയാം ഓക്കെ എന്ന് പറയുള്ളൂ. അല്ല ഞാൻ ഇല്ല പറ്റില്ല, എന്നെ തന്നെ കാസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും പറയും. അങ്ങനെ ഞാൻ എന്തായാലും പറയും. എന്നതല്ല പറഞ്ഞു, അത് ഡയറക്ടറാണ് എൻ്റെ പറഞ്ഞത്. ഈ പറഞ്ഞ മാതിരി നിരഞ്ജൻ ചെയ്താൽ അത് നന്നായിരിക്കും. നിരഞ്ജൻ്റെ പ്രായത്തിലുള്ള ഒരാളത് വേണം. പുള്ളി കാര്യം എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഈ റൈറ്റർ ഡയറക്ടർ ഒരാളാണെങ്കിൽ നന്നായിരിക്കും. വേറൊരാൾ എഴുതിക്കൊണ്ടൊന്നും ഡയറക്ടർ ഇതിനേക്കാളും ഒരു ഡയറക്ടർ തന്നെ റൈറ്റർ ആണെങ്കിൽ അയാൾക്ക് സ്പോട്ടിൽ വരെ ഇമ്പ്രൂവൈസ് ചെയ്യാൻ, മാറ്റി എഴുതാൻ പറ്റും. പിന്നെ അയാളുടെ മനസ്സിൽ കഥയുണ്ടല്ലോ, മറ്റേ വേറൊരാളുടെ കഥയല്ലേ, അയാളുടെ ഇതിൽ വന്നതല്ലേ. ഇത് ഇങ്ങനെ തന്നെ കഥയാണ് ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഫൈനൽസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അച്ഛൻ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളിൽ കയറി അഭിനയിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു മനസ്സിലുണ്ട്. പിന്നെ അത് മാറി, കാരണം ഇപ്പോൾ വരുന്ന പടങ്ങളെല്ലാം ആക്ടേഴ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളാണ്. അപ്പൊ അവർക്ക് അത് എങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനിൽ അഭിനയിക്കുന്നതിന് എന്താണ് തെറ്റ്? ഒരു കുഴപ്പമില്ല. അതെ ചേട്ടാ, അങ്ങനെ എത്തിപ്പെട്ടതാണ് ഫൈനലി ഗൂവില്. ഓൾറൈറ്റ് സർ, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ് ശ്വേത മേനൻ. അവരെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്നത് അനശ്വരം എന്നുള്ള ചിത്രം പ്രൊഡ്യൂസ് ചെയ്തതും സർ തന്നെയാണ്. അപ്പം ലൈക്ക് ഡു യു റിമെമ്പർ അന്നത്തെ ശ്വേത മേനനെ കാണാനും ഒക്കെ എങ്ങനെയായിരുന്നു സെറ്റിൽ വന്നപ്പോഴുള്ള ഇതൊക്കെ സാറിന് ഓർക്കുന്നുണ്ടോ? പിന്നെ ആക്ച്വലി ഞാൻ ബോംബെയിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ബോംബെയിൽ പോയിട്ട് സെലാക്ക കാർണിക് എന്നൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ ആ കുട്ടിയായിട്ട് ഇരുന്ന് സംസാരിച്ചു, എല്ലാം ഓക്കെ ആയി, എല്ലാം റെഡിയായിട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ അതിന് വഴി കാലിക്കറ്റ് വരുമ്പോൾ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഇവർക്കാർക്കും അറിഞ്ഞുകൂടാ, ഞാൻ വരാം. ഞാനും പോയപ്പോൾ ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി എയർപോർട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നടന്നു പോയി. ഒരു കഥ നടന്നു പോയി. ഞാൻ അയ്യോ. പിന്നെ അന്ന് കണ്ട ഹൈറ്റും ഇല്ല. ഞാൻ വിശ്വസിച്ചു മമ്മൂട്ടി എന്ത് പറയും, എന്താ സംഭവം, എൻ്റെ ജീവിതം തകർന്നു. മമ്മൂട്ടി അന്ന് സെറ്റ് ചെയ്യുന്ന ഇങ്ങനെ അഭിനയിച്ചപ്പോൾ ശരിയാവുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അത് ഹിന്ദിയാണ്, ഡയലോഗും പറയുന്നില്ല, വല്ലാതെ. മമ്മൂട്ടി ഷോട്ട് കഴിഞ്ഞിട്ട് ഒരു നോട്ടം എന്നെ, അതിലെല്ലാം ഉണ്ട്. എന്നിട്ട് വൈകുന്നേരം എൻ്റെ പറഞ്ഞു, ഇത് വെച്ചെങ്ങനെ മുമ്പോട്ട് പോകും, ഒരു രക്ഷയില്ല. ആ കുട്ടിക്ക് അഭിനയിക്കാനോ വരുന്നുമില്ല, കാണാനും കൊള്ളത്തില്ല.
അപ്പോൾ നമ്മൾ ഒരു ദിവസം സമയം തന്നെ. അപ്പോൾ ഇങ്ങനെ ചാൻസ് അന്വേഷിച്ച് ഇങ്ങനെ വരുന്നുണ്ട് കുറേ പേര്. അതിലൊരാളൊരു പെൺകുട്ടിയെ കൊണ്ട് അത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും. അത് അങ്ങനെ പറയണ്ട, മറ്റേ അങ്ങനെ ആ സംഭവം പറയാതെ ഒരു അല്ല മറ്റേ ആക്ടേഴ്സിനെ പറ്റി പറയാൻ. അല്ല, അവരൊന്നും ഇപ്പോൾ ഫീൽഡിൽ ഇല്ല. ചെല്ലാക്ക കാരണങ്ങൾ പേരും ഒക്കെ തന്നെ ഞാൻ തെറ്റിച്ചാ പറഞ്ഞു. അതൊരു ഷാരൻ ഇനി പറയട്ടെ. അപ്പോൾ അത് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ ഫോട്ടോ ഞാൻ സ്റ്റാർ ആൻഡ് സ്റ്റൈലിൻ്റെ കവർ പേജൊക്കെ വന്നതാണ് സംഭവം. അങ്ങനെയാണ് ചെയ്തതൊക്കെ. അങ്ങനെ ഇങ്ങനെ ചാൻസ് അന്വേഷിച്ച് ഇവിടെ ഒരു കുട്ടി ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പോട്ട് പറഞ്ഞു, ഞാൻ കണ്ടു ആ കുട്ടിയെ മഹാറാണി റിസോർട്ടിൽ. അതൊന്ന് നോക്കി നിങ്ങളൊരു സ്ക്രീൻ ടെസ്റ്റ് നടത്തണം. അങ്ങനെ ആ കുട്ടിയെ വിളിച്ചു വരുത്തി. അന്ന് VHS ക്യാമറ, വീഡിയോ ക്യാമറ ഉണ്ടെന്ന് അഭിനയിച്ചപ്പോൾ ഓക്കെ, അഭിനയിക്കാൻ നല്ല കഴിവുണ്ട് കാണും. അങ്ങനെ വരുന്നുണ്ട്. അന്ന് ഈ സൗന്ദര്യമൊന്നും അന്നില്ല. അന്ന് മുഖമൊക്കെ കുഴിഞ്ഞ് അസ്ഥിപഞ്ചരാലു, ഒരു ഫ്രോക്കൊക്കെ ഇട്ട് ഒരു കൊല്ലുന്ന പെണ്ണാണ്. പക്ഷെ പുട്ടുപോലെ അഭിനയിക്കും. ഗംഭീര പെർഫോമൻസ്. അപ്പോഴെല്ലാവർക്കും ഭയങ്കര ഇതായി. നിങ്ങളിപ്പോൾ താരാപദം ചേതോഹര എന്ന പാട്ടല്ലേ, അതൊക്കെ ആദ്യമായിട്ട് ആ കുട്ടി അഭിനയിക്കണം. എന്ത് രസമായിട്ട് മമ്മൂട്ടിയായിട്ട് നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു. അങ്ങനെ ചെയ്തു. അപ്പൊ ആ നായിക ഓക്കെ. അപ്പം ആ നേരത്തെ നോട്ടം നോക്കിയ മമ്മൂക്ക പിന്നീട് എന്ത് പറഞ്ഞു, ഇത് ഓക്കെയാണ് എന്ന്? മമ്മൂട്ടി പറഞ്ഞു, അല്ല ഫസ്റ്റ് സീൻ കഴിഞ്ഞാൽ പറഞ്ഞു ഇവള് കൊള്ളാടാന്ന് പറഞ്ഞു, നന്നായിരിക്കാന്ന് പറഞ്ഞു മമ്മൂട്ടി. അങ്ങനെയാണ് ആ പടം ഉണ്ടായത്. നൈസ്. സാറിൻ്റെ ഇതിനു മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു TV ഷോയിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഞാനിപ്പോൾ സിനിമകൾ ചെയ്യുന്നു, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നു, പക്ഷേ ഈ പൈസയൊന്നും മക്കളിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അച്ഛനെ അല്ല ഞാൻ. അതായത് എനിക്ക് ലൈക്ക് പ്രായമാകുന്നതോറും എൻ്റെ പൈസ ഞാൻ എന്നിൽ തന്നെ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്ന സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയുള്ളൊരു അച്ഛനാണോ? അതായത് നിങ്ങളിലേക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ഫാദർ ആണോ അദ്ദേഹം? ഇൻവെസ്റ്റ് ചെയ്യാത്തതോ ചെയ്യുന്നതോ? ചെയ്യുന്ന ഒരു അച്ഛനാണോ? ചെയ്യുന്ന അച്ഛനാണ്. പിന്നെ അല്ല, നമുക്ക് ഭയങ്കര നല്ല അച്ഛൻ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയത്തില്ലേ, ഞാൻ മക്കളുടെ പേരിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എനിക്കില്ല. ഓരോരുത്തരുണ്ടല്ലോ കോടികളാണ്, ഒരു പൈസ പോലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ല. എനിക്ക് അഭിമാനമുള്ളത് എൻ്റെ 2 മക്കളെയും നന്നായിട്ട് പഠിപ്പിച്ചു. 2 പേരെയും UK അയച്ചിട്ടാണ് ഇവരുടെ MBA ഒക്കെ പഠിപ്പിച്ചത്. മാസ്റ്റേഴ്സ് 2 UK അതെനിക്കൊരു അഭിമാനം, ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ. പിന്നെ ഇപ്പം ഓക്കെ, മൂത്താളും നല്ല ഒരു പൊസിഷനിൽ ജോലി ചെയ്യുന്നുണ്ട്, വൈഫ് ഡോക്ടറാണ്. നിരഞ്ജും അതുപോലെ ഇപ്പം സിനിമയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, കിട്ടുന്ന വേഷങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഐ എം ഹാപ്പി. ഇനി ഭക്ഷണം കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്കും നല്ല ഭക്ഷണവും നല്ല എൻ്റെ വീട്ടിൽ തന്നെ നിരഞ്ജു എല്ലാവർക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. എല്ലാ സ്ഥലങ്ങളിലും പോയി എവിടെയൊക്കെ നല്ല ഫുഡ് ഉണ്ടാക്കി തേടി പിടിച്ചു. ഞാനും അങ്ങനെയാണ്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ശ്രീനിവാസം അങ്ങനെയുള്ള സ്ഥലങ്ങൾ പിന്നെ അതിനുവേണ്ടി പോകും, വണ്ടി എടുത്ത് പോയി. നമുക്ക് എൻ്റെ കമ്പനികളും അങ്ങനെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം നമ്മളങ്ങനെ പോകാറുണ്ട്. പക്ഷെ ഞാൻ ഫുഡ് കട്ട് ചെയ്യും, കഴിയുമ്പോൾ കഴിയുന്നല്ലേ. അങ്ങനെയല്ല, ഇപ്പം സ്റ്റാർ കിഡ്സ് ആയതുകൊണ്ട് വളരെ ലക്ഷറി അല്ലെങ്കിൽ അൾട്രാ ലക്ഷറിയിലൊക്കെ വളർന്ന കുട്ടികളാണോ നിങ്ങൾ? അൾട്രാ ലക്ഷറി അതെങ്ങനെ? അത് നിങ്ങൾ ട്രിവാൻഡ്രത്ത് ചോദിച്ചാൽ ഞാൻ എൻ്റെ 2 മക്കളെയും പഠിപ്പിക്കുമ്പോൾ കവടിയാറിലൊരു വീട് വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ പ്രത്യേകം പറഞ്ഞത്, ഇവരെ വിദ്യാഭ്യാസ കാലത്ത് ഒരു കാരണവശാലും ഇവരെ വണ്ടിയിലോ ഡ്രൈവറെ ഓട്ടോ സ്കൂളിൽ കൊണ്ടുവിടില്ല. അവർ ബാക്കിയുള്ളവരുടെ സ്കൂൾ ബസ്സിൽ പോയി പഠിക്കണം. എൻ്റെ ബസ് സ്റ്റോപ്പ്, എനിക്ക് എൻ്റെ ഭാര്യയായിട്ടുള്ളൊരു കഥ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാര്യയുടെ വീട് കവടിയാറാണ്, നമ്മുടെ വീടും കവടിയാറാണ്. പക്ഷെ എൻ്റെ വീട് കവടിയാറിന്ന് ഒരു 1.5 എനിക്കറിയില്ല എന്താണ് കിലോമീറ്റർ, 1.5-2 കിലോമീറ്റർ എൻ്റെ ബസ് സ്റ്റോപ്പിലോട്ട് എനിക്ക് നടക്കണം. ഭാര്യയ്ക്ക് തൊട്ട് ഇറങ്ങിയാൽ മതി, ഗേറ്റ് തുറന്ന ബസ് കാണാം. അവൾ ലേറ്റാണ്. ഞാൻ അവിടുന്ന് ഈ ചക്ക ബാഗും കുറേ ബുക്കുകളുമായിട്ട് ഓടി വന്ന് എങ്ങനെയെങ്കിലും ആ ഒരു കയറ്റമൊക്കെ കയറി അങ്ങ് എത്തണം. ഈ വൈഫാണെങ്കിൽ എത്തത്തുമില്ല. അങ്ങനെ ഞാൻ ചില സമയം ബസ് മിസ്സാവും. അങ്ങനെ ഓടി വന്ന് ബസ് മിസ്സാകുമ്പം വേറൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്ത് കവടിയാറ് മറ്റേ മെയിൻ റോഡ് ക്രോസ് ചെയ്തിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ്. അവിടെ ചെല്ലുമ്പോൾ ഈ വൈഫ് ഞാൻ എത്തിക്കഴിഞ്ഞ് നടന്നു വരുന്നു. ഞാൻ പറഞ്ഞു, വീട്ടിന് തൊട്ടുമുള്ളിലെ ബസ് സ്റ്റോപ്പ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ ലേറ്റായി പോയി. സ്കൂളോട്ടുള്ള പരിചയമാണ്. അപ്പൊ എനിക്ക് അത് കഴിയുമ്പോഴാണ് ഇത്രയും, എനിക്കാണെങ്കിൽ അവിടെ നിന്ന് നടന്ന് എത്ര ദൂരം എല്ലാ ദിവസവും. പക്ഷെ നല്ല വർക്കൗട്ടായിരുന്നു. എന്നും ഈ ബാഗ് ചുമന്ന് ഞാനും ചേട്ടനും എല്ലാം നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് എത്തുന്ന ഒരു ഇതായിരുന്നു. ആയിരുന്നല്ലേ. ഇനി നിങ്ങൾ 2 പേരെ ഇപ്പോൾ ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് ഒരു ചെറിയ ഒരു ഗെയിം സെഗ്മെന്റിലേക്കാണ് സാർ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പം ഓരോ ചോദ്യങ്ങളുണ്ടാവും, പെട്ടെന്നുള്ള ഒരു ആൻസറാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എന്താണ്? ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സ്ട്രേറ്റ് ഫോർവേഡാണ്. ഇപ്പൊ ഏതെങ്കിലും സിനിമയിലെ കഥാപാത്രമൊക്കെ ശരിയല്ലെങ്കിൽ അത് മുഖത്ത് നോക്കിയിട്ട് പറയാറുണ്ടോ? പിന്നെ ഭയങ്കര എല്ലാം പറയാറുണ്ട്. ഓക്കെ, അടുത്തത്, മകനോട് എപ്പോഴും മാറ്റണം എന്ന് പറയുന്ന ഒരു കാര്യം അതെന്തായിരിക്കും സാർ? മുൻകോപം, പെട്ടെന്ന് ദേഷ്യം വരും. എനിക്കുണ്ട്,
ഞാനും മാറും. പക്ഷെ വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേഷ്യം 1 മിനിറ്റേ നിൽക്കത്തുള്ളൂ. പക്ഷെ എന്നാലും പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെയുള്ള ഒരു ശുദ്ധ മനസ്സുള്ള ആൾക്കാരാ അതങ്ങനെ വരുന്നത്. അയ്യോ ദേഷ്യം വരുമല്ലേ. എനിക്ക് ഈ റോള് ചോദിച്ചിട്ട് അച്ഛൻ തന്നില്ലല്ലോ അങ്ങനെ തോന്നിയ ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ? കഥാപാത്രം ഇല്ല. പണ്ട് ദേഷ്യം വന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ? അച്ഛന് അടിയിട്ട് അച്ഛൻ്റെ ഒരു കണ്ണാടി ഡ്രാക്കൺ നോയർ എന്ന് പറഞ്ഞ ഷെയ്ഡ്സ് എന്താ റൂമിലിരുന്നപ്പോൾ ഞാൻ അതിങ്ങനെ എടുത്തിട്ട് കൗതുകം കുറച്ച് കൂടുതലാണ് എനിക്ക്. അപ്പം ഞാനിത് എടുത്തിട്ട് നമുക്കൊന്ന് ഗ്രാവിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ജനൽ തുറന്ന് ഇങ്ങനെ താഴോട്ട് എറിഞ്ഞു ഇങ്ങനെ കണ്ണാടി. എത്ര വില വരുമോ കണ്ണാടി? എനിക്കറിഞ്ഞൂടാ ആ സമയത്ത്. ബ്രാൻഡഡ് കണ്ണാടി വെളിയിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ US നിന്ന് ദുബായിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന അച്ഛൻ അവൻ അത് പൊട്ടിച്ചു. ലക്ഷങ്ങൾ അന്ന് 90s അല്ല ഇപ്പോഴും ലക്ഷങ്ങളൊന്നും ഇല്ല. കണ്ണാടികൾക്കൊന്നും ഒരിക്കലും അങ്ങനെ വരില്ല. ഒരു ബ്രാൻഡഡ് കണ്ണട അല്ലേ? ഡ്രാക്കൺ നോയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. കണ്ണാടിയിലൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസാണ്. അപ്പം അത് അന്നിട്ട് തിയേറ്റർ പോലത്തെ സാധനം അതിട്ട് അത് പൊട്ടി. തിരിച്ചച്ഛൻ വന്നിട്ട് എന്നെ വീടിന് ചുറ്റും നടന്നടിച്ചു. അടിച്ചടിച്ചടിച്ച് ചുറ്റും ഒരു പോയിന്റ് എത്തിയപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഇന്ദിരാൻറ്റി അന്ന് നിന്നിരുന്ന ഡൊമസ്റ്റിക് ഹെൽപ്പ് ഉണ്ടെന്ന് ഇന്ദിരാൻറ്റി തന്നെ. ഇന്ദിരാൻറ്റി പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു സാറേ ഇനി അടിക്കല്ലേ സാറേ. ഞാൻ പറഞ്ഞു അതെ ഇനി അടിച്ച് ചത്തൂന്നേ. നല്ല അടി കിട്ടിയിട്ടുണ്ടെന്ന് ഇന്ന് ഓർക്കുന്നുണ്ട് പാവം. ഒരു പ്രൗഡ് ഫാദർ മൊമെന്റ് ഏതായിരിക്കും സാർ ചോദിച്ചു കഴിഞ്ഞാൽ മകനെ ഓർത്ത്? പ്രൗഡ് ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യത്തിൽ മൂത്ത മോനാണ് ബ്രില്യൻറ്റ്. സച്ചിൻ ചേട്ടൻ ഭയങ്കര ഇവിടെ എല്ലാം അല്ല. നിരഞ്ജൻ ആ കാര്യത്തിൽ കുറച്ച് ബാക്കിലായിരുന്നു. ഏതെങ്കിലും കാര്യത്തിന് പഠിക്കാൻ അത്യാവശ്യം പഠിക്കണ്ട ചേട്ടൻ ഭയങ്കര പഠിക്കും. എന്നിട്ട് ഏതെങ്കിലും പഠിക്കാൻ മടിയാണെങ്കിൽ അടിക്കാനായിട്ട് വൈഫ് കമ്പെടുക്കും. കമ്പ് നോക്കുമ്പോഴത്തേക്കും കമ്പ് കൊണ്ടു കൊടുത്തിട്ട് കൈ നീട്ടും, അടി വാങ്ങിക്കും. അതിലും കാര്യമില്ല. വൈഫ് അലമാര മറിച്ച് അവൻ്റെ തലയിടുക, എന്നിട്ടും പഠിക്കില്ല. അവസാനം നീ പഠിക്കില്ലേ എന്നിട്ട് കൈ മുറുക്കിയിട്ട് സ്വന്തം നെഞ്ചത്തിരിക്കും. അയ്യോ അമ്മ ഇടിക്കില്ലേ ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിച്ചെടുത്തതാണ്. അപ്പം മൂത്തയാൾ എഞ്ചിനീയറിംഗ് എല്ലാം ക്ലാസ്സോ റാങ്കോ ഒക്കെ വന്നു പാസ്സായിട്ട് അയാൾ UK വിട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെയും വിടണം. ഞാൻ പറഞ്ഞു നീ BCom അല്ലേ? BComനോട് പറഞ്ഞു അല്ല എനിക്ക് വെളിയിൽ ഇപ്പോൾ MBA ഒക്കെ പഠിച്ചു. നമ്മൾ BComന് ഒരു കാര്യം ഞാൻ ഒരു കണ്ടീഷൻ വയ്ക്കാം. നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമെങ്കിൽ BComന് ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ പാടാണ്. ഫസ്റ്റ് ക്ലാസ് കിട്ടി നല്ല ഡിസിഷനോട് മാർക്കുണ്ടെങ്കിൽ നിന്നെ UK അയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം ഒരിക്കലും നടക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നെ വെട്ടിച്ചുകൊണ്ട് ഇവൻ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷനിലും പാസ്സായി BCom. അതെനിക്കൊരു ഭയങ്കര റോഡായി. ഞാൻ വിളി അയച്ച് പഠിപ്പിക്കുകയും ചെയ്തു. എൻ്റെ വാക്കും ഞാൻ പാലിച്ചു. ഞാൻ ആവശ്യം പഠിക്കേണ്ട സമയത്തൊക്കെ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. ചേട്ടൻ പക്ഷെ ഭയങ്കര പഠിക്കും. ബുജിയാണ്. ഞാൻ ബുജിയല്ല, എനിക്ക് വേണമെങ്കിൽ ഞാൻ പഠിക്കും. ഞാൻ പക്ഷേ പഠിക്കുന്ന കാലത്ത് മണ്ടനായിരുന്നു. SSLC ഒക്കെ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിന് കുറവെന്ന് പറയുന്നത് 120 മാർക്കാണ്. അതായത് 360 വേണം ജയിക്കാം. എനിക്ക് ജയിക്കേണ്ട മാർക്ക് 240 അത്രേ കിട്ടിയുള്ളൂ. ജയിച്ചു 240 മാർക്ക് ജസ്റ്റ് പാസ്സായി. 239 ആണെങ്കിൽ തോറ്റു വേണം ആണല്ലേ? ജസ്റ്റ് പാസ്സായി. ഇനി ചോദിച്ചിട്ടും മേടിച്ച് തരാത്ത എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നു ചെറുപ്പകാലത്തിൽ സാറിൻ്റെ അടുത്ത്? അച്ഛാ എനിക്കത് വേണം. അങ്ങനെ നമ്മൾ ഭയങ്കര സംഭവങ്ങളൊന്നും ചോദിച്ചിട്ടും ഇല്ല. എനിക്കൊന്ന് സൈക്കിള് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സൈക്കിൾ വേണം. പിന്നെ അച്ഛനെ വാങ്ങിച്ചു തന്നു ഒരു സൈക്കിൾ വാങ്ങിച്ചു. കുറേ നാൾ ചോദിച്ചിട്ട് വാങ്ങിച്ചു തരാത്ത നമുക്കൊരു പട്ടി ഉണ്ടായിരുന്നു, പാറു എന്നായിരുന്നു പേര്. അത് 13 വയസ്സ് വരെ ജീവിച്ചു, ഡാഷൻ്റെ. അത് മരിച്ചതിന് ശേഷം പട്ടി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു തോന്നുന്നു ഇവര്. അതുകൊണ്ട് പിന്നെ പട്ടീനെ വേണമെന്ന് പറയുമ്പോൾ ഒന്നും സമ്മതിക്കില്ല. ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും ഗൂഗിളിൽ കയറി ഇങ്ങനെ പല ബ്രീഡുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം ഇത് വേണം, ഈ ബാസറ്റ ഉണ്ട് നല്ലതാണ്, ബീഗിൾ വേണം. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ പട്ടിയുടെ കാര്യം പറഞ്ഞിരിക്കും. പട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു എന്നും കഥകൾ. പക്ഷെ ഞാൻ പറയും എന്തിന് ഒരു പട്ടിയുള്ളപ്പോൾ വേറൊരു പട്ടി എന്തിന് എന്ന് ഞാൻ പറയും. അച്ഛൻ വീട്ടിലും ഇങ്ങനെയാണോ? അങ്ങനെ ഒരു ദേഷ്യപ്പെടുന്ന ഒരു മുഖം അങ്ങനെ അതൊക്കെ ഉണ്ട്, ദേഷ്യമൊക്കെ ഉണ്ട്. ഞാനും ഭയങ്കര തർക്കിക്കും, അടിയുണ്ടാകും, എല്ലാം ഉണ്ട്. തർക്കിയാണ് ആണല്ലേ? മറ്റേ മക്കളെ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇത്തിരി റെബലിയസ് ആയിട്ടുള്ള ഒരു കിഡ് എന്ന് വേണമെങ്കിൽ പാവം മോനാണ്. ഇത് യുവ തർക്കിയാണ്. ഞാൻ പറഞ്ഞു യങ് ടർക്ക് ആണല്ലേ? ഓഹോ. അടുത്തത് ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലോ സാർ, അപ്പം കൊടുത്ത എന്തെങ്കിലും ഒരു ഉപദേശം ഉണ്ടായിരുന്നോ? ഇനി നീ ഒരു ഹസ്ബൻഡ് ആവാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ? ഞാൻ ഉപദേശമൊന്നും കൊടുത്തില്ല. അത് അവരവരുടെ ഇഷ്ടമാണ്. അയാൾ തന്നെയാണ് കണ്ടെത്തിയത് ആ കുട്ടിയെ. അപ്പോൾ അറിയാമല്ലോ, അണ്ടർസ്റ്റാൻഡിങ് ആണ്, എല്ലാം മനസ്സിലാക്കി. പിന്നെ ഒരു നന്നായിട്ട് നോക്കുക. അല്ലെങ്കിൽ അവർ കണ്ടു വളർന്നല്ലേ അവർ അമ്മയെ ഞാൻ എങ്ങനെ നോക്കിയത്. നിങ്ങളൊരു നല്ല ഫാമിലിയാണ്, വളരെ ജോളി, ഹാപ്പി, ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല.
സാർ എങ്ങനെയാണ്? വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണോ ചേട്ടാ? അച്ഛനാ ഭയങ്കര എല്ലാവരോടും നമ്മളെന്താണ് എല്ലാവരും റൊമാൻറ്റിക്. ഞാൻ വീട്ടിൽ മാത്രമല്ല വെളിയിലും അങ്ങനെയാണ്. റൊമാൻറ്റിക്. അതെ, റൊമാൻറ്റിക് എല്ലാ മക്കളോടും അമ്മയോടും എല്ലാം ഭയങ്കര ഭയങ്കര മനസ്സിലായില്ലേ, ഒരു ഭയങ്കര രസമായിട്ട് ഭയങ്കര സ്നേഹത്തിൽ ഒരു ഹാർമണിയുള്ള വീടാണ്. വഴക്കുകളൊക്കെ ഉണ്ടാവും, വഴക്കുകളൊക്കെ എപ്പോഴും ഉണ്ടാവും, അതൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അത് അപ്പം തന്നെ തീരും, പിന്നെ കോമഡിയിലോട്ട് പോകും, അങ്ങനത്തെ സാധനം ഒരു ഇതാണ്. ഓക്കെ, ഇനി കമ്മിങ് ബാക്ക് ടു ഗു. നമ്മൾ ഫൺ റൗണ്ട് ഒക്കെ കഴിക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി കമ്മിങ് ബാക്ക് ടു ഗു, എനിക്ക് സാറിന് ഇതിനു മുമ്പ് ഇതേപോലെ ഒരു ഫാന്റസി എലമെന്റ് നിറഞ്ഞ ഒരു ചിത്രം ഇഷ്ടമുള്ളത് ഏതാണെന്നറിയാം? അനന്തഭദ്രം. അനന്തഭദ്രത്തിന് ഇന്നും ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ട്. അതുപോലുള്ളൊരു പടമാണ് ഇത്. ഞാൻ അതിനുശേഷം ഇത്രയും കൊല്ലം എടുത്തു. കാര്യം എന്നറിയാം, അങ്ങനെ ഒരു സംഭവം വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, മാളികപ്പുറം എന്നുള്ള സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ മനുവായിട്ടാണ് കണ്ടത്. ഞാൻ പറഞ്ഞു, ഈ കുട്ടി, ഞാൻ ഇതുപോലെ മഞ്ജു വാര്യരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കുട്ടിയെ വെച്ച് ഹീറോ ആയിട്ടൊരു പടം എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ടി കെ രാജീവ്കുമാർ കണ്ണെഴുതി പൊട്ടും തൊട്ടെടുത്തത്. ഞാൻ പറഞ്ഞു, അതുപോലെ ഈ കുട്ടിയെ ഹീറോ ആയിട്ടൊരു പടം എടുത്താൽ ഇന്ന് മലയാളീസ് എല്ലാം കാണും, ഞാൻ കാണും ടിക്കറ്റ് എടുത്ത്. അപ്പോൾ 2 ദിവസം എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി 3-4 ദിവസം കഴിഞ്ഞിട്ട് നിരഞ്ജൻ്റെതാണ് കഥ പറഞ്ഞത്. ആദ്യം നിരഞ്ജ് കേട്ടിട്ട് ഉഗ്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടത്. അങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്. പക്ഷേ അനന്തഭദ്രത്തിനേക്കാളും ഇന്ന് നമ്മുടെ സൈഡിൽ ടെക്നിക്കലി നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന ക്യാമറയൊക്കെ ഏറ്റവും കൂടിയ ക്യാമറ, ലേറ്റസ്റ്റ് ക്യാമറയാണ്. അതുപോലെ സൗണ്ട് സിസ്റ്റം, റീറെക്കോർഡിങ്, ഗ്രാഫിക്സ് എല്ലാം കൊണ്ടും നന്നായിട്ട് എടുക്കാൻ പറ്റിയ പടം. സാധാരണ സ്ഥിരം പരിപാടി ഇങ്ങനെയുള്ള പടം ഉണ്ടെങ്കിൽ വരിക്കാശ്ശേരി മനയെ പോകും എല്ലാവരും. ഇത് പട്ടാമ്പിയിലുള്ളൊരു മനയാണ്, അങ്ങനെ ആരും എടുത്തിട്ടില്ല. പുതിയൊരു വിഷ്വൽ, ആ ഏരിയയും ലൊക്കേഷനൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. പണം ഇത് എവിടെയാണ്, ഏത് ലൊക്കേഷനാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാമറ പറഞ്ഞ കൂടിയ ക്യാമറയാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ വെളി കൊടുക്കുന്ന റെന്റിനേക്കാളും ഡബിളാണ് ഒരു ദിവസം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏത് ഇരുട്ടത്ത് നിന്നാലും എക്സ്പോസ് ചെയ്യാൻ പറ്റും. തീ പൊട്ടിച്ചെറിച്ചാൽ അതിലും ഷൂട്ട് ചെയ്യാം. ക്യാമറ ലോ ലൈറ്റ് ഭയങ്കര നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് വെനിസ് എന്ന് പറഞ്ഞ ഫോണിൽ. അത് നമുക്ക് ആ ഒരു ക്വാളിറ്റി, ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ഈ മഞ്ജു വാര്യരുടെ ഏത് ഫിലിം കണ്ടിട്ടാണ് സാർ ഈ കുട്ടീനെ കണ്ണെഴുതി പൊട്ടുന്നതിലേക്ക്? മഞ്ജു, ഞാൻ അവരോട് പരിചയപ്പെട്ടു, അവരെ ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ, ഭയങ്കര നല്ല സ്വഭാവമാണ്. അങ്ങനെ 6-ാം തമ്പുരാൻ എന്നുള്ള സിനിമ എടുക്കുമ്പോൾ ഞാനൊക്കെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ക്യാമറയുടെ സൈഡിൽ ചെന്ന് നിൽക്കും മഞ്ജു അഭിനയിക്കുമ്പോൾ, അവരുടെ മുഖത്ത് മിന്നി മറയുന്ന ഭാവം കാണാനും അങ്ങനെ വലിയ കമ്പനിയായി. അപ്പോഴാണ് ഞാൻ ഇതുപോലെ ഈ കുട്ടിയെ ഇവരെ ഹീറോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഹീറോയിനല്ലേ, ഹീറോ ആയിട്ടൊരു പടം എടുത്തോടെന്ന് പറഞ്ഞിട്ടാണ് ടി കെ രാജീവ്കുമാർ ഉണ്ടല്ലോ, ഒരു റിവെഞ്ച് സബ്ജക്റ്റ് ഉണ്ട് കുട്ടനാട്, നമുക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാം. സാബുസുള്ള ആർട്ട് ഡയറക്ഷൻ, രവി കിശൻ ക്യാമറയായിട്ട് വരും ഈ സബ്ജക്റ്റ് പറഞ്ഞാൽ. ടി കെ രാജീവ്കുമാർ, അതുപോലെ രവി കിശൻ തന്നെയാണ് ക്യാമറമാൻ. ഹിന്ദിയിലൊക്കെ 5 കോടി രൂപ വാങ്ങിക്കുന്ന ക്യാമറമാനാണ് ഇപ്പോൾ. അതുപോലെ തന്നെ സാബുസുള്ള, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആർട്ട് ഡയറക്ടറൊക്കെ ആണല്ലോ. അപ്പം അദ്ദേഹം അങ്ങനെ നല്ല ക്രൂസൊക്കെ വന്നു. നമ്മൾ 10-25-26 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുപോലെയാണ് ദേവനന്ദ ഞാൻ പറയുന്നത്. ദേവനന്ദ ഇല്ലായിരുന്നു ഈ പടം ഞാൻ പ്ലാൻ ചെയ്യത്തില്ല. അത് ആ കുട്ടിക്ക് കേൾക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു എല്ലായിടത്തും പറയാറുണ്ട്. അത് നിങ്ങളും പറയും, പടം കണ്ടു കഴിഞ്ഞാൽ പറയും, അയ്യോ ഈ കുട്ടിയില്ലെങ്കിൽ പടം എടുക്കാൻ പറ്റില്ലെന്ന് പറയും. തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും സിനിമ കണ്ടിട്ട് മെയ് 17-ാം തീയതി നമ്മളും പറയുന്നതായിരിക്കും. ഇപ്പം സാറിന്റെ ഈ ഒരു പുതിയ ലുക്കൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു L360യുടെ പുതിയ ലുക്കാണോ സാർ? അല്ല, അതിനു വേണ്ടിയിട്ടാണ് തല പൊടിക്ര പഠിച്ചത്, ഇത് ചെയ്തതൊക്കെ. അപ്പൊ അതിന്റെ ക്ഷീണം തീർക്കാനാണ് വേറെ ഡ്രസ്സ് ഇങ്ങനെയുള്ള പാൻറ്റൊക്കെ ഇട്ട് ഇറങ്ങി. പക്ഷെ കൊള്ളാം, ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് ആയിട്ടുണ്ട്. അതെ, ഇത് കണ്ടിട്ട് ഇനി വേറെ വേഷങ്ങളൊക്കെ വരുന്നെങ്കിൽ വരട്ടെ. അല്ല, അച്ഛനും മകനും കൂടെ ഒരു കോമ്പറ്റീഷൻ. പക്ഷെ എന്റെ നേരെ ഒറിജിനലാണ് ചായ അടിച്ചതെന്ന്. അല്ല, ഇതും ഡൈ ചെയ്തൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ L360 ഇനി കാലങ്ങൾക്ക് L360 എന്നുള്ളത് പടത്തിന്റെ പേരല്ല, പടത്തിന്റെ പേര് മോഹൻലാലിന്റെ ലാൽസ് 36 ഫിലിമാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഇനിയിപ്പം കാലങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും കാണാൻ പോവാണ് ശോഭന മാമിന്റെയും ലാലേട്ടന്റെയും. അത് നല്ല കെമിസ്ട്രി അവരുന്നില്ല. ലൈക്ക് അത് ആ ഒരു പഴയ ഓർമ്മകളൊക്കെ ഒപ്പം അഭിനയിച്ചപ്പോൾ സാറിന് തോന്നിയിട്ടുണ്ടാകും അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എനിവേ, ഗു വളരെ വലിയൊരു എക്സ്പെക്ടേഷൻ ആണ് നമ്മൾക്ക് കാണണം കേട്ടോ. ഒരു എന്താ പറയാ, വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും തീർച്ചയായിട്ടും. ആ ഒരു ഹൊറർ ഫാന്റസി ഒക്കെ ആ ഒരു ഭംഗിയോട് കൂടിയിട്ട് നമുക്ക് എന്തായാലും കിട്ടും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ദേവനന്ദയുടെ പടം മാത്രമേ നിങ്ങൾ പോസ്റ്ററിൽ കണ്ടുള്ളൂ. അതിനകത്ത് വേറെയും കുറെ കുട്ടികളുണ്ട്. ഗംഭീര പെർഫോമൻസ് ആണ് എല്ലാവരും. സ്പെഷ്യലി എനിക്ക് ഒരു സീനുണ്ട്, സൈജുണ്ട്, അത് വലിയ ആൾക്കാരാണ് മനസ്സിലാവും. അതിന്റെ പറയുന്നില്ല അല്ലേ, അങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്നത് കുഴപ്പമില്ലായിരുന്നു, വലിയ തെറ്റ് പ്രശ്നങ്ങളില്ലാതെ ചെയ്യുന്നു. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് സർ. രണ്ടുപേരെയും ഒരുമിച്ച് ഇന്റർവ്യൂ എടുക്കാൻ സാധിച്ചത്. ആണോ? ഇല്ലെന്ന് തോന്നുന്നു. താങ്ക് യു.